നമസ്കാരം. ആസ്ട്രോവിലിന്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. 2026 വിഷുഫലത്തിലെ ആയില്യ നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ ഫലം ഇന്നത്തെ അധ്യായത്തിൽ കൂടി നമുക്ക് ഒരുമിച്ച് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ആയില്യ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാവിയിലേക്ക് വേണ്ട പദ്ധതികൾ ആരംഭിക്കാൻ ഇത് വളരെ അനുയോജ്യമായ സമയമാണ്. മാംഗല്യ ഭാഗ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. വിദേശ ബന്ധങ്ങളിലൂടെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ക്രമേണ കുറയുകയും അതുപോലെ തന്നെ മനസ്സിലെ സമ്മർദ്ദങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ കടബാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറയാനുള്ളൊരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയും നിലവിലുള്ള ജോലിയിലെ ഗുണപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം അവഗണനയും മടിയും കാണാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ശത്രുക്കളുടെ ഇടപെടൽ വർദ്ധിക്കാവുന്നതിനാൽ ജാഗ്രത നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പ്രതിവിധികൾ ചെയ്യുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. പ്രാർത്ഥനകൾ ഫലപ്രദമാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും കലാകാരന്മാരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് നേടാനായിട്ട് കഴിയും. പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. കുടുംബത്തിലെ ക്ഷമയും സഹിഷ്ണുതയും പാലിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വസ്തരായ സഹായികളുടെ പിന്തുണയിലൂടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയും. ഇതുകൂടാതെ നിങ്ങൾ ബിസിനസ്സിൽ വളർച്ച കൈവരിക്കാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ഇടപാടുകളൊക്കെ ശ്രദ്ധാപൂർവം നടത്തുക, മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് അകലം പാലിക്കുക, സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക, വാക്കുകളിൽ നിയന്ത്രണം പുലർത്തുക, എല്ലാവരോടും സൗഹൃദപരമായിട്ട് പെരുമാറുക, ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ ദോഷശാന്തിക്കായിട്ട് ദേവീപ്രീതി നടത്തുക, ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഗുണപരമായിട്ടുള്ള കാര്യമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ശുഭഫലം നൽകുകയാണ് ചെയ്യുക. ഇന്നത്തെ കുഞ്ഞാധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.